ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു എഗ്ഗ് പാസ്തയുടെ ഒരു റെസിപ്പിയാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരു 1/2 kg പാസ്തയാണ് ഞാൻ അതിലേക്ക് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു തക്കാളിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, വേവിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൽ ഉപ്പും ഒരു 1/4 ടീസ്പൂണ് ഓയിലും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് വേവിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമെല്ലാം കളയണം. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് ഓയിലും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മൈദ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറാണ് കേട്ടോ ഇതിന് ഏറ്റവും നല്ലത്. അപ്പം എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നെയ്യ് കൊണ്ട് ഉണ്ടാക്കിയത്. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ കളറ് മാറിയതിന് ശേഷം നല്ല തണുത്ത പാൽ 1 കപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നന്നായി കട്ടയെല്ലാം ഒന്ന് ഉടഞ്ഞതിന് ശേഷം നന്നായി തിളച്ച് വന്നതിന് ശേഷമാണ് ചില്ലി ഫ്ലേക്സ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി മെയിനായിട്ട് വേണ്ടത് ഇതിലേക്ക് എഗ്ഗ് അല്ലേ. അപ്പോൾ എഗ്ഗ് ഒന്ന് നന്നായി ക്രഷ് ചെയ്തെടുക്കണം. വെളുത്തുള്ളി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി പൊടിച്ചെടുക്കണം. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊടിച്ച മുട്ട വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വെളുത്തുള്ളി പകുതി മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ബാക്കി പകുതി ഇതിലേക്കാണ് ചേർക്കേണ്ടത്. അത് നന്നായി വഴറ്റുക. ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നേരത്തെ പാസ്ത വേവിക്കുമ്പോൾ ഒരു തക്കാളി കൂടി അതിൻ്റെ കൂടെ വേവിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. എന്നിട്ട് ഈ കൂട്ടിലോട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് ജസ്റ്റ് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഒരു ടീസ്പൂൺ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച മുട്ട കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂൺ കൂടി സോസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോസ് അധികമായാൽ പ്രശ്നമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കൂട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച വൈറ്റ് സോസിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് പാസ്ത കൂടി ഇട്ട് കൊടുക്കുക. നന്നായി എല്ലാം ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം കുറേ സമയമായിട്ട് വെച്ചത് കൊണ്ട് കുറച്ച് വൈറ്റ് സോസ് കുറച്ച് കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ അതിനൊന്ന് ലൂസാക്കി എടുക്കാൻ കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സാധനം കൂടി ചേർക്കാനുണ്ട്. ഒറിഗാനോവും ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി എഗ്ഗ് പാസ്ത തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാം. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്.